ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഇന്ന് അടിപൊളിയാണ് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആവശ്യത്തിന് നമ്മുടെ ചിക്കൻ എടുക്കുക കേട്ടോ. ചിക്കൻ എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കൈകൊണ്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഈ കറി പറഞ്ഞാലില്ലേ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി തന്നെ നോക്കണം. ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈലാട്ടോ. ഞാൻ പാലക്കാട് ചെറുപ്പശ്ശേരിയാണല്ലോ എൻ്റെ വീട്. അപ്പം ഞങ്ങളുടെ ഇവിടെ അധികം ഈ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് എപ്പോഴാണ് ഉണ്ടാക്കുന്നോ, നമ്മുടെ കല്യാണ തലേ ദിവസങ്ങളിലാണ് ഈ കറി ഉണ്ടാക്കുക കേട്ടോ. നല്ല നെയ്ച്ചോർക്കൊക്കെയാണ് ഈ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ചിക്കൻ മാത്രമല്ല ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ തലേ ദിവസമൊക്കെ കല്യാണ വീട്ടിൽ പോയാൽ ഇങ്ങനത്തെ കറി ആയിരിക്കും കേട്ടോ അധികം കിട്ടുക. അപ്പോൾ അത് മസാല ആക്കി വെക്കുന്നതിന് ശേഷം നമുക്ക് കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ട് അതും തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാം കേട്ടോ. തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസാക്കരുത്, കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം ഇതുപോലെ കേട്ടോ. എന്നിട്ട് അതിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കട്ടോ. അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം വരുമല്ലോ, നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത കുമ്പളങ്ങന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാതെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് അവിടെ വെക്കട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാല ആക്കിയിട്ട് വെച്ചാൽ നമ്മൾ കറിയിൽ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ വെള്ള കളറായിട്ട് കിടക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. നമുക്കതിലൊക്കെ എരിവൊക്കെ പൊടിച്ചിട്ടുണ്ടാകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് അവിടെ ഒരു 10 മിനിറ്റോളം വെക്കുമ്പോഴേക്കും ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല അരയണം, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ശേഷം പിന്നെ കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് 3 തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, എന്നാൽ കറി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എന്ത് കറിയിലും അധികം തക്കാളി കൂടുതൽ മീൻ കറി ആയാലും ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ തക്കാളി കൂടുതൽ എടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വലിയ ജീരകവും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ കറി പറഞ്ഞാൽ ഒരു എങ്ങനെ എപ്പോഴും അധികം വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വലിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാട്ടോ ഈ കറി ഉണ്ടാക്കാറ് ഞങ്ങളുടെ അവിടെ. പിന്നെ അതുപോലെ ഒരു പെട്ടെന്നാണ് നമ്മൾക്ക് കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ, കിഴങ്ങ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് പോലെയല്ല കേട്ടോ. കുമ്പളങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില പിന്നെ ഇട്ടുകൊടുക്കാതെ കറികളില്ലല്ലോ അല്ലേ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വെല്ലുള്ളി കട്ട് ചെയ്തതില്ല, അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ കൂടുതൽ വാട്ടിയെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് വ്യത്യാസമായി വന്നാൽ മതി. അതിന് ശേഷം ഇതുപോലെ ആയാൽ നമുക്കതിലോട്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കേട്ടോ. ഇത് കാന്താരി മുളകാണ്, പച്ചമുളകാണ് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇതാണ്, അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എരിവ് അത്ര കൂടുതൽ ഇവിടെ ആവശ്യമില്ല കുട്ടികൾക്ക്, അപ്പം ഞാൻ അതുകൊണ്ട് അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. എനിക്ക് കഴിക്കുമ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോഴേക്കും മോള് സ്കൂളിൽ വന്നിട്ടോ. അത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു കളർ കോമ്പിനേഷനിൽ അവൾക്ക് ഭയങ്കര ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്നെ പെട്ടെന്ന് നെട്ടിപ്പോയിട്ടോ, ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാഗിൽ നിന്ന് എടുത്തപ്പോഴാണ് ഞാനും ഇത് കണ്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അവൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് അവിടെ ഇതിൽ വെച്ചതാണ്. ഇതൊക്കെ പിന്നെ പൊന്നുൻ്റെ കുറേ ഒക്കെ കിട്ടിയതാണ് അവൾ ഓരോന്നിൽ ചേർന്നിട്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇതാ തക്കാളിയൊക്കെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ചിക്കൻ മസാല ആക്കി വെച്ച ചിക്കനും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മറിക്കാം.
ഇനി ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ലാസ്റ്റാണ്. നമ്മുടെ കറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളം ഒഴിക്കാത്ത എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ വെള്ളം ലാസ്റ്റ് ഒഴിക്കാച്ചിട്ടാണ് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്നതാട്ടോ. എന്നിട്ട് കുറച്ചുകൂടി മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു കൊടുക്കുകയാണേ. ഇതട്ടോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിക്കുന്നുണ്ടോ. ഇതുപോലെ ആയി വരും കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ പൊടിയൊക്കെ ഇട്ടിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒപ്പിട്ട് കൊടുത്താൽ ഉടഞ്ഞു പോകും. അതാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ആയതിന് ശേഷമാണ്, വെന്തതിന് ശേഷം നമുക്ക് പിന്നെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനാണ് വലിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കണേ. ചെറിയതാക്കിയിരിക്കുമ്പോൾ അത് അതിൽ ഉടഞ്ഞു പോകും. ഇനി ഇതിൽ പൊടികൾ കുറവുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മല്ലിപ്പൊടിയുടെയും ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അസലാണ് ഇപ്പോൾ ഫൈനലായിട്ട് അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അല്ല അസൽ കറിയാണ് കേട്ടോ. പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ്. ഞാൻ അധികം അങ്ങനെ പോയി കഴിക്കാറേ ഉള്ളൂ. ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ടൊക്കെ കഴിക്കാറേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാൽ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ. നമ്മളെ പച്ച എണ്ണ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് ആണല്ലോ. ഞാനൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിരിക്കണേ. അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിച്ചപ്പൂണിയും കട്ട് ചെയ്തും കൂടിയൊക്കെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് ചുമ്മാ ഇട്ട് കൊടുത്തിട്ടോ. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടോ. കുട്ടികൾക്ക് കൊടുക്കാതെ ഞാനാണ് ആദ്യം കഴിക്കുന്നത്. എന്നുവെച്ചാൽ മോൾക്ക് അവിടെ പരിപാടി ആയതിനു ശേഷം സ്കൂളിൽ അവിടെ കുറച്ച് ലഡുവും പിന്നെ അതുപോലെ പായസവും അങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവൾക്ക് ചോറ് ഇപ്പോൾ വേണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്ത് കഴിച്ചിട്ടാ. ചോറും നല്ല അച്ചാറും അതുപോലെ കുറച്ച് വഴുതനങ്ങയുടെ ഉപ്പേരി വെച്ചിരുന്നു അതും പിന്നെ നമ്മുടെ സ്വന്തം പപ്പടം കൂടിയും കൂട്ടി കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ്. അതിനെ കറി നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്ത് ചിക്കനും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുകയാണേ. നല്ല ചൂടുണ്ട് സംഭവം. അപ്പം ഞാൻ കറി ആയതോടുകൂടിയിട്ടാണ് ഇപ്പോൾ എടുത്ത് കഴിക്കുന്നത്. ഞാൻ രാവിലെ നേരത്തെ ചായയൊക്കെ കുടിക്കും. അപ്പോൾ അത് കാരണം എനിക്കൊരു 12:30 1 മണിയാകുമ്പോഴത്തേനൊക്കെ വിശക്കും. അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ചെടുത്തിട്ടൊക്കെ കഴിക്കലുണ്ട്. നെയ്ച്ചോർക്കാണ് കേട്ടോ ഒന്നും കൂടിയും കൂടുതൽ ഈ കറി ഒരു സ്യൂട്ടാവുക അറിയില്ല, അതുപോലെ മാച്ചാകുന്നുള്ളത്. പിന്നെ ഞാനിത് വെറും ചോർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് നെയ്ച്ചോറ് അത്ര പോരാ, ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ അത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സാധാ ചോറിനെ വെള്ളച്ചോറ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾക്ക് ഞാൻ ചോറ് കൊടുത്തിട്ടോ. അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അവളിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ടേസ്റ്റും ഉണ്ട് രസവും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓളെന്നെല്ലാം ടച്ച് ചെയ്താൽ ഞാടുന്ന വീഡിയോ പുതിയതായിട്ടുള്ളതൊക്കെ വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.